ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മളോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇരമ്യാ പ്രവചന പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറിപ്പീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായാൽ ഏറ്റവും മറന്നുപോകാത്ത നിത്യ ലജ്ജയോട് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇരമ്യാവ് പ്രവാചകൻ എന്ന് പറയുവാൻ എളുപ്പമാണ്. പക്ഷേ ഇരമ്യാവ് പ്രവാചകനായി മാറിയതിൻ്റെ പിറകിൽ ഇരമ്യാവ് വലിയൊരു വില കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു കണ്ണുനീരിന്റെ പ്രവാചകനായിരുന്നു ഇരമ്യാവ് പ്രവാചകൻ. താൻ ദൈവനാമത്തിന് വേണ്ടി പ്രവചിക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ തനിക്ക് വിരോധമായ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇരമ്യാവ് ഇവിടെ പറയുകയാണ്: എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഏത് ജീവിതത്തിന്റെ സാഹചര്യത്തിലും ദൈവം ഇരമ്യാവിനോട് കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് ഇരമ്യാവിനുണ്ടായിരുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മളോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു: ലോക അവസാനത്തോളം എല്ലാ നാളിലും എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഒരു മനുഷ്യനും ഈ ഒരു വാക്ക് തരാൻ കഴിയത്തില്ല. ഒരു സമയമാകുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ട് മാറിപ്പോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ല യേശു കർത്താവ്. ആരെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് ആരുമില്ലെന്ന്? എന്നാൽ കർത്താവിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് യേശുവുണ്ട്, നമുക്ക് യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ നാളിലും എല്ലാ കാലത്തും നമ്മളോട് കൂടെ ഇരിക്കുന്ന ആ നല്ല യേശു കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ഏത് സാഹചര്യങ്ങളെ അതിജീവിച്ച് കർത്താവിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.